വയനാട്ടിലെ വന്യമൃഗ ആക്രമണവുമായി ബന്ധപ്പെട്ട അവലോകന യോഗം ബഹിഷ്കരിച്ച് പ്രതിപക്ഷ എംഎൽഎമാർ വനമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷ പ്രതിഷേധം. മുഖ്യമന്ത്രി വയനാട്ടിലെത്തണമെന്നും ആവശ്യം. റവന്യൂ മന്ത്രി കെ രാജൻ, വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ, തദ്ദേശ മന്ത്രി എം.പി. രാജേഷ്, ജില്ലാ കളക്ടർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുകയാണ്. ബത്തേരി മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് യോഗം നടക്കുന്നത്. വിവരങ്ങളുമായി സോണൽ കൃഷ്ണ ചേരുകയാണ്. സോണൽ, യോഗം നടക്കുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് പ്രതിപക്ഷ എംഎൽഎമാർ ടി സിദ്ദീഖ്, മൈസി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഈ യോഗം ബഹിഷ്കരിച്ചത്. യോഗം ബഹിഷ്കരിച്ചുകൊണ്ട് അവരെന്തൊക്കെ കാരണങ്ങളാണ് വിശദീകരിച്ചത്? പ്രധാനമായി ബി.ജെ.പിയും കോൺഗ്രസും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ഈ യോഗം ബഹിഷ്കരിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സാഹചര്യമാണുള്ളത്. അതായത് ഇതുവരെ മരണം നടന്ന ഇത്രയും ദിവസമായി ഒരു മാസത്തിനിടെ 4 മരണം നടന്നിട്ട് പോലും അവരുടെ വീടുകൾ സന്ദർശിക്കാത്ത മന്ത്രിമാർക്കൊപ്പം ചായ കുടിച്ച് അല്ലെങ്കിൽ ചർച്ചയിൽ പങ്കെടുക്കാൻ തങ്ങളില്ല എന്നുള്ളത് തന്നെയാണ് ഇവർ പുറത്തിറങ്ങിക്കൊണ്ട് പ്രധാനമായി പറഞ്ഞിട്ടുള്ളത്. കാരണം തുടർച്ചയായിട്ട് പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊന്നും ഈ വയനാട്ടിലോ അല്ലെങ്കിൽ ഈ മരണപ്പെട്ട ആളുകളുടെ കുടുംബത്തെ കണ്ട് ആശ്വസിപ്പിക്കാനോ മന്ത്രിമാർ തയ്യാറായിട്ടില്ല. എന്നിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നു. അതായത് ഈ വയനാടിൻ്റെ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കാതെ സംഗതി കൈവിട്ടു പോകുമെന്നായപ്പോൾ വന്നുകൊണ്ട് ചർച്ച നടത്താനുള്ള ഒരു തീരുമാനം അതിൽ തങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ഈ പ്രതിപക്ഷ കക്ഷികളെല്ലാം തന്നെ പറഞ്ഞിട്ടുള്ളത്. എംഎൽഎമാർ ഉൾപ്പെടെയുള്ളവരാണ് യോഗം ബഹിഷ്കരിച്ചുകൊണ്ട് പുറത്തു വന്ന ഒരു സാഹചര്യമുണ്ടായി. പ്രധാനമായി പറഞ്ഞിരിക്കുന്നത് ഈ വനമന്ത്രിയെ ഈ മന്ത്രി ചുമതലയിൽ നിന്ന് മാറ്റണം എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു ആവശ്യം. കാരണം അവരോടൊപ്പം തന്നെ ഒരിക്കലും ഇരുന്ന് ചർച്ച ചെയ്യാൻ തങ്ങൾ തയ്യാറാവില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തന്നെയാണ് അവർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. കാരണം നിരന്തരമുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും ശരിയായൊരു നടപടി സ്വീകരിക്കാൻ സർക്കാരോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ പ്രതിനിധികളോ തയ്യാറായിട്ടില്ല. ഇത്തരം ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇവർക്കൊപ്പം ഇരുന്ന് ചർച്ച ചെയ്യുക എന്നുള്ളൊരു ചോദ്യം കൂടി ഇവർ ചോദിക്കുന്നുണ്ട്. പ്രധാനമായിട്ട് കാരണം തുടർച്ചയായിട്ട് ഈ സംഭവങ്ങൾ ഈ ആവശ്യങ്ങളൊക്കെ ഉന്നയിക്കപ്പെടുന്നുണ്ടെങ്കിലും യാതൊരു കാരണവശാലും അത് അംഗീകരിക്കാത്തൊരു സ്ഥിതി നിയമസഭയിൽ ഉൾപ്പെടെ ഈ കാര്യങ്ങൾ ഉന്നയിച്ചതാണ്. അപ്പോഴൊന്നും തന്നെ അംഗീകരിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയുണ്ട്. എന്തുകൊണ്ട് അത് അംഗീകരിക്കുന്നില്ല? ഇത്രയും തവണ തങ്ങൾ നിരന്തരമായി ആവർത്തിച്ചു ചോദിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും അംഗീകരിക്കാത്ത ഒരു സാഹചര്യത്തിൽ യോഗം ബഹിഷ്കരിക്കുക അല്ലാതെ മറ്റൊരു മാർഗമില്ല എന്നുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്രതിഷേധിച്ച കക്ഷികളെല്ലാം തന്നെ പ്രധാനമായി പറഞ്ഞിരിക്കുന്നതിൽ ഇവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട്. അതായത് സോണൽ, ഈ വനമന്ത്രി വയനാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഒരു വിലയും കൽപ്പിക്കാത്ത, അവരുടെ വൈകാരിക വിഷയങ്ങൾക്ക് പോലും ഒരു പ്രാധാന്യവും കൽപ്പിക്കാത്ത വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ പങ്കെടുക്കുന്ന ഒരു യോഗത്തിൽ തങ്ങൾക്കിരിക്കാൻ താല്പര്യമില്ല. വനമന്ത്രി രാജിവെക്കണമെന്ന് തന്നെയാണ് പ്രതിപക്ഷാംഗങ്ങൾ ഒരേ സ്വരത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്, അല്ലേ? അതെ, പ്രധാനമായിട്ട് വനമന്ത്രിയെ ഈ ജില്ലയുടെ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തണം, രാജിവെക്കണം എന്നുള്ള ആവശ്യം തന്നെയാണ് പ്രധാനമായിട്ട് ഉന്നയിച്ചിരുന്നത്. പ്രധാനമായി പറയേണ്ടത് പോളിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യം വരെ ഉന്നയിച്ചിട്ടുണ്ട്. കാരണം ചികിത്സ കിട്ടാതെ തന്നെയാണ് മരണപ്പെട്ടിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് പ്രധാനമായിട്ട് ഉന്നയിക്കുന്നൊരു കാര്യം. അതുപോലെ തന്നെ വയനാട് മെഡിക്കൽ കോളേജ് സംബന്ധിച്ച വിഷയങ്ങളെല്ലാം തന്നെ നിരന്തരമായിട്ട് നിയമസഭയിലും അല്ലെങ്കിൽ മന്ത്രിമാരെ കണ്ടു. ഇതിനു മുമ്പ് മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിലെല്ലാം തന്നെ കൃത്യമായിട്ട് തങ്ങൾ നിർദ്ദേശം നൽകിയതാണ് അല്ലെങ്കിൽ ആവശ്യപ്പെട്ടതാണ്. അപ്പോഴൊന്നും ഇതുമായി ബന്ധപ്പെട്ട യാതൊരു നീക്കവും നടത്താതെ ഇപ്പോൾ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത് ഒരു തെറ്റായ നടപടിയാണ് എന്നുള്ളതാണ് ഈ യോഗത്തിൽ പങ്കെടുത്ത പ്രതിപക്ഷ കക്ഷികളെല്ലാം തന്നെ പറയുന്നത്. ബി.ജെ.പി ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ യോഗം ബഹിഷ്കരിച്ച് പുറത്തു പോരുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് ജനങ്ങളുടെ വികാരം മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ജനങ്ങളുടെ ആവശ്യങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ സർക്കാർ അതിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ്, താല്പര്യം കാണിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. അത് തന്നെയാണ് പ്രതിപക്ഷ കക്ഷികളും പറഞ്ഞിട്ടുള്ളത്. കാരണം നിരന്തരമായി ഉന്നയിക്കുന്ന ആവശ്യങ്ങളൊന്നും തന്നെ നടപ്പാക്കാതെ ഇത്തരത്തിൽ ചർച്ചകൾ മാത്രം നടത്തി ജനങ്ങളെ കബളിപ്പിക്കാനുള്ള നീക്കം അത് മാറ്റിവെക്കണം. അത് സർക്കാർ തലത്തിൽ തന്നെ മാറ്റിവെക്കണം. കാരണം ചർച്ചകൾ നടത്തിക്കൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കാനുള്ള ഒരു നീക്കത്തെ അത് ഇനി വേണ്ട എന്ന് തന്നെയാണ് പ്രതിപക്ഷ കക്ഷികൾ പറഞ്ഞിരിക്കുന്നത്. ജനങ്ങളുടെ വികാരം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് തങ്ങൾ ഈ യോഗം ബഹിഷ്കരിച്ച് പുറത്തിറങ്ങി പോകുന്നത് എന്നുള്ളതാണ് ഇവരെല്ലാം തന്നെ പറയുന്നത്. ഒപ്പം ഈ യോഗ നടപടികൾ ഏത് തരത്തിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? 3 മന്ത്രിമാരാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്, കളക്ടർ ഉൾപ്പെടെയുള്ളവരുണ്ട്. യോഗ നടപടികൾ ഏത് തരത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു? ഇപ്പോഴും യോഗം നടന്നുകൊണ്ടിരിക്കുക. നമുക്ക് കാണാം, എനിക്ക് പുറകിലുള്ള ഹാളിലാണ് ഈ യോഗം നടക്കുന്നത്. ഈ ബഹിഷ്കരിച്ചെങ്കിലും യോഗം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. ഇതിന് ശേഷം യോഗം കഴിഞ്ഞതിന് ശേഷം അല്പസമയത്തിനകം തന്നെ മന്ത്രിമാർ പുറത്തു വരും. അപ്പോൾ നമുക്ക് പ്രതികരണം തേടാവുന്നതാണ് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം മാധ്യമങ്ങളെ ആദ്യഘട്ടത്തിൽ തന്നെ നമുക്ക് വേണ്ട വിഷ്വലുകളിലെടുത്ത് അവർ പുറത്തിറക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അല്പസമയത്തിനകം യോഗം കഴിഞ്ഞ് മന്ത്രിമാർ പുറത്തിറങ്ങുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ളൊരു ബ്രീഫിംഗ് ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. എന്നിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ട്, അതായത് പ്രധാനമായി പറയേണ്ടത് നഷ്ടപരിഹാരം
നഷ്ടപരിഹാര തുക, അതുപോലെ തന്നെ ജോലി, മരണപ്പെട്ട ആളുകളുടെ ബന്ധുക്കൾക്കുള്ള ജോലി എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുമോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു സ്ഥിരീകരണം ഈ യോഗത്തോടെ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നിരുന്നാൽ പോലും ഏതൊക്കെ തരത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാകും എന്നുള്ളതിൽ ഒരു സ്ഥിരീകരണവുമില്ല. അത് ഇത് കഴിഞ്ഞ് യോഗം കഴിഞ്ഞതിന് ശേഷമുള്ള അവരുടെ പ്രതികരണത്തിൽ മാത്രമേ ആ കാര്യത്തിൽ ഒരു വ്യക്തത വരൂ എന്നുള്ളതാണ് KP പ്രധാനമായി പറയേണ്ടത്. യെസ്, വയനാട്ടിലെ വന്യമൃഗാക്രമണവുമായി ബന്ധപ്പെട്ട അവലോകന യോഗമാണ് പ്രതിപക്ഷ അംഗങ്ങൾ ബഹിഷ്കരിച്ചത്. വനമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷ പ്രതിഷേധം. സോണൽ കൃഷിയാണ് വിശദാംശങ്ങൾ നൽകിയത്.